ഇന്ന് വൈകുന്നേരമായിട്ട് ദേ ചീപ്പിഞ്ചറയിലോട്ട് ഇറങ്ങിയാട്ടാ. തീറ്റയായിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ വരുമ്പോ വല്ല കരിമീനൊക്കെ കിട്ടാറുണ്ട്. വല്ല ചെമ്മീൻ അങ്ങനെ യൂസ് ചെയ്തിരുന്നെങ്കിൽ പൂളാൻ വറ്റാറിഞ്ഞില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നിട്ടാ. സമയം ഇപ്പൊ ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇതുവരേക്കും ഒറ്റ മീൻ പോലും കൊത്തിയിട്ടില്ല. ദേ ഈ ഒരു കുറുവാപ്പരലിനാ ആദ്യം കിട്ടിയത്. അത്യാവശ്യം വലിയ കുറുവനൊക്കെ ഇവിടുന്ന് കിട്ടാറുണ്ട് ട്ടാ. ഇതിപ്പോ വലിയ സൈസ് ഒന്നുമില്ല. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഈ കുറുവാപ്പരൽ അത്ര മോശമൊന്നുമല്ല ട്ടാ. ഫ്രൈ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ ചൂണ്ടിട്ട് നോക്കിട്ടാ. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഞണ്ടൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ഇത്. ദേ ആ വള്ളത്തിൽ പോണ ചേട്ടൻ ഇപ്പൊ ഞണ്ടാറിന് ഇട്ടോണ്ടിരിക്കുന്നത്. ഞണ്ടാറ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യണം. അവിടുന്ന് മീനൊന്നും കിട്ടാണ്ടായപ്പോ ഞങ്ങള് പയ്യനെ സ്പോട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടാ. ഇത് അവിടെ ഉള്ള ഒരു ചായക്കടനോട് ചേർന്നിട്ടുള്ള സ്ഥലം ട്ടാ. ഇവിടെ ചൂണ്ടിടണോണ്ട് ചായ കുടിക്കലും നടക്കും, ചൂണ്ടിടലും നടക്കും. ഇവിടെ ചെറുമീനുകളുണ്ട് ട്ടാ. അതുകൊണ്ട് ചൂണ്ടേന്ന് തീറ്റ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കണം. ഇന്ന് അങ്ങനെ ആയിരിക്കും ചൂണ്ടയിൽ കരിമീനൊന്നും കിട്ടി കണ്ടില്ല ട്ടാ. അല്ലെങ്കിൽ ഇവിടുന്ന് കരിമീനൊക്കെ കിട്ടാറുള്ളതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ ട്ടാ ദേ ഈ ഒരു തൂളി കയറി ചൂണ്ടയെ പിടിച്ചത്. എന്തോ ഭാഗ്യത്തിനുണ്ട് ഇതിനെ കിട്ടിയത്. തീരെ ചെറിയ കുളത്താണ് യൂസ് ചെയ്തിരുന്നത്. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ തന്നെ പടഞ്ഞിരുന്നെങ്കിൽ താഴെ പോയാന്. ഇവിടെ തൂളി പുല്ലെന്നൊക്കെ പറയണ മീനുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷെ ഭയങ്കര മുള്ളുമാണ് ഇതിന്. മീനൊന്നും കിട്ടാണ്ട് പോവാൻ നിന്നപ്പ ഈ ഒരെണ്ണം ചൂണ്ടയിൽ കയറി പിടിച്ചത്. എന്താ വ്യൂ നോക്കിയേ. ചൂണ്ടിടുന്നതിന്റെ ഇടയ്ക്കണ്ടാ ഈ ചേട്ടൻ വല വീശാനായിട്ട് വന്നത്. അപ്പൊ പിന്നെ കുറച്ചേരം വല വീശിന് കാണാന്ന് വിചാരിച്ചു. ഒഴുക്കുള്ളതുകൊണ്ട് പുള്ളി പെട്ടെന്ന് തന്നെ വലിച്ചു കയറ്റുണ്ടോ വല. അല്ലെങ്കിൽ പിന്നെ പാലത്തിന്റെ അടിയിലേക്ക് പോയി ഉടക്കാനുള്ള ചാൻസ് ഉണ്ട്. ദേ വലയിലെന്തോ ചെറിയ മീനുകൾ ഇടുന്ന് പിടയ്ക്കുന്നുണ്ട് ട്ടാ. എന്തുകൊണ്ടാണ് നോക്കാം. ദേ 2 പ്രായലിന്റെ കുഞ്ഞാട്ടാ. പുള്ളിക്ക് എന്തൊക്കെ മീനുകൾ കിട്ടിയിട്ടുണ്ട് ട്ടാ. അതെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ട്ടാ. കരിമീൻ, തൂളി, പരല്, പ്രായല്, അങ്ങനത്തെ കുറെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ചു നേരം ചൂണ്ടിടാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം ട്ടാ. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മഴ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ ചൂണ്ടിടലൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കയറി. ഞണ്ടിനെ പിടിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ദിവസം ഇവിടെ വന്ന് ട്രൈ ചെയ്യണോട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ.